ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ വന്നിട്ടുള്ളത് ഒരു കിഡിലൻ ബ്രേക്ക്ഫാസ്റ്റുമായിട്ടാണ് കേട്ടോ. റവ ദോശയാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഇതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ റവയിലേക്ക് 1 കപ്പ് റവയിലേക്ക് നമ്മളൊരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ഒഴിച്ച് കൊടുക്കാം. അതെല്ലാം നിങ്ങൾ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇത് ഒന്ന് നോക്കാം കേട്ടോ, കുഴച്ചെടുത്ത് നോക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു പാകത്തിനായിരിക്കും 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ. ഇനി ഇത് നമ്മളൊന്ന് അടച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഒരു 1/2 മുറി തേങ്ങ ചിരകണം. അപ്പോൾ ഞാൻ അതവിടെ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ചെടുക്കണം. അതിന് ശേഷം നമ്മൾ പാൽ മാത്രം എടുക്കണം കേട്ടോ. അപ്പോൾ തേങ്ങൻ്റെ പാൽ മാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് തേങ്ങാപ്പാൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നല്ല രീതിയിലൊന്നും വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചൊരു ലൂസായി കിട്ടും കേട്ടോ. ഇനി നമുക്കൊരു മിക്സിൻ്റെ ജാർ എടുക്കാം. ആ മിക്സിൻ്റെ ജാറിലേക്ക് അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. വളരെ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 3/4 ടീസ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം മിക്സിൻ്റെ ജാർ അടച്ച് നമ്മൾ നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. കൂടുതൽ ലൂസായിട്ടൊന്നുമില്ല കേട്ടോ. ഒരു പാകത്തിന് നല്ലൊരു കട്ടിയിലാണ് ഞാനിത് അടിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാ ഈ ഒരു തിക്കിൽ തന്നെ നമ്മളിത് അടിച്ചെടുക്കണം. അതിനുശേഷം മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനിതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. വല്ലാതെ ലൂസായി പോവരുത് കേട്ടോ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് എടുക്കേണ്ടത്. ഇനി നമുക്കിത് ഒരു ദോശക്കല്ലിലോ ഫ്രൈ പാനിലോ ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായി കഴിയുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറിയൊരു തവി ആയതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യം ഒഴിച്ചിട്ടാണ് ഇതൊന്ന് പരത്തിയെടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. എന്നും ഒരേപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ ഇത് മാറ്റിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ല ടേസ്റ്റാണ്. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഇങ്ങോട്ട് വരാനുണ്ടാവും. അപ്പം ഒരു ദിവസമെങ്കിലും നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതാ നമ്മൾ അപ്പം നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. മേൽഭാഗമൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ആ ഒരു സമയത്ത് നമ്മളിതിൻ്റെ മേലെ നെയ്യോ ഓയിലോ എന്തായാലും ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 വശം നമ്മൾ ഒരുപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടുന്നത് വരെ നമ്മൾ പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും കേട്ടോ. അങ്ങനെ അപ്പം മുരിഞ്ഞ് കിട്ടുന്ന സമയത്ത് നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മളെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ചൂടോടുകൂടെ തിന്നാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബാക്കിയുള്ള മാവും കൂടെ ഞാനിതാ ഇതുപോലെ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് പരത്തി കൊടുക്കാം. അതിൻ്റെ ശേഷം അതിന് മേലെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ടെടുക്കാം. വെന്ത് കഴിയുമ്പോൾ നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.